നമസ്കാരം. മാർച്ച് മാസം വന്നെത്തിയിരിക്കുകയാണ്. ഈ മാർച്ച് മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ, ശുഭയോഗങ്ങളാൽ വളരെ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് തന്നെ പറയാം. ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും മാർച്ച് മാസത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. പക്ഷിശാസ്ത്രവുമായി ബന്ധപ്പെട്ടും ഇതേക്കുറിച്ച് പരാമർശിക്കാവുന്നതാണ്. വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാവുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. മാസാധ്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ചും മാസത്തിന്റെ ആദ്യ പകുതിയിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നേട്ടവും കാര്യസാധ്യവും പ്രതീക്ഷിക്കാവുന്ന ചില അവസരങ്ങൾ വന്നു ചേരാം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലാണ് ഗുണാനുഭവങ്ങൾ വന്നു ചേരുക. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രീതി ലഭിക്കുക, സ്ഥലം മാറ്റം, അതേപോലെ സ്ഥാനക്കയറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. സഹപ്രവർത്തകരിൽ നിന്നും പിന്തുണ വർദ്ധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ രണ്ടാം പകുതിയാകുമ്പോൾ ഗുണാനുഭവങ്ങൾക്ക് അല്പം മങ്ങലേൽക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. എന്നിരുന്നാലും സാമ്പത്തിക സ്ഥിതി മോശമാവില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭൂമി വാങ്ങാനോ വിൽക്കാനോ കഴിയുന്നതാണ്. ലാഭം പ്രതീക്ഷിച്ചതിനേക്കാൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ് രംഗം പുഷ്ടിപ്പെടുന്ന അവസരങ്ങൾ ജീവിതത്തിലേക്ക് സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദേശത്ത് പഠനം, ജോലി എന്നിവയ്ക്കായി ശ്രമിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് കാലം അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അവസാനിക്കാതെ പോകുന്ന ചില വ്യവഹാരങ്ങൾ അത് അനുരഞ്ജനത്തിലൂടെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ തീരുമാനങ്ങൾ അത് അവസരോചിതമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായി അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കണം. അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലം തന്നെയാണ് ഈ സമയം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് ചില ഉയർച്ചകൾ, ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. പദവിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കുക, വേതന വർധനവ് ഉണ്ടാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലിക്കായി ശ്രമിക്കുന്നവരാണ് എങ്കിൽ നിരാശപ്പെടേണ്ടതായി വരില്ല എന്ന കാര്യം ഓർക്കുക. മാസത്തിന്റെ രണ്ടാം പകുതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വസ്തു, വീട് ഇവ സംബന്ധിച്ച് ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കലാകാരന്മാർക്ക് അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പഠന വിഷയമായി ശ്രദ്ധ നിങ്ങൾക്ക് അല്പം വേണം. ശ്രദ്ധ ഉണ്ട് എങ്കിൽ പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും യാത്രകളിൽ ജാഗ്രത പുലർത്തേണ്ടതുമാകുന്നു. എന്നാൽ ധനപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. ഈ സമയം അധ്വാനിക്കുകയാണ് എങ്കിൽ അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ് എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ, വാഗ്ദാനങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള ഒരു മാസം തന്നെയാണ് ഇത്. കലാമേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ മാസത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ
നിങ്ങൾക്ക് മെച്ചം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന സമയമാണ്. വായ്പകൾക്കുള്ള അപേക്ഷകൾ അംഗീകരിക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ 7-ാം ഭാവത്തിലെ ചൊവ്വയ്ക്ക് ബലം ഉള്ളതിനാൽ തന്നെ പ്രണയം വിജയിക്കുന്നതാകുന്നു. വളഞ്ഞ വഴികളിൽ കൂടി പണം സമ്പാദിക്കുവാൻ സാധിക്കും. ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചെലവുകൾ ചെയ്യേണ്ടതായി വരാം. ചില ചെലവുകൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഈ സമയം പൊതുവെ അനുകൂലമാണ് എന്ന് തന്നെ പറയാം. മക്കളോടൊപ്പം താമസിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അന്യനാട്ടിലാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ്. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് തൊഴിൽപരമായ യാത്രകൾ ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കന്നിക്കൂറുകാരാണ് എങ്കിൽ ശത്രുക്കൾക്കുമേൽ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന് തന്നെ പറയാം. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലത പ്രതീക്ഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കിടപ്പ് രോഗികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതേപോലെ തന്നെ കടബാധ്യതകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ ഭാഗികമായാണ് എങ്കിൽ പോലും പരിഹരിക്കുവാൻ സാധിക്കും. കൈവായ്പകൾ കൊടുത്തു തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ ചിങ്ങക്കൂറുകാരായ ഉത്രം നാളുകാർക്ക് വസ്തുവിൽപ്പന കാര്യങ്ങളിൽ നേട്ടങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിക്കുകയോ ശുഭകരമായ വാർത്തകൾ തേടിയെത്തുകയോ ചെയ്യാവുന്നതാണ്. പഴയ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അവരെ കാണുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില വസ്തുക്കൾ പ്രധാനമായും വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അത് നിങ്ങൾ ആഗ്രഹിച്ചതോ അല്ലാതെയോ ആകാം. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണച്ചെലവ് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് ആദിത്യനും ശനിയും അനുകൂല ഭാവത്തിലാകുന്നതിനാൽ തന്നെ നേട്ടങ്ങൾക്ക് വളരെ മുൻതൂക്കം ലഭിക്കുന്ന ഒരു മാസമാണ് എന്ന് തന്നെ പറയാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ സാമ്പത്തികപരമായ ഞെരുക്കങ്ങൾ നിങ്ങളിൽ നിന്നും ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. സർക്കാരുമായി ബന്ധപ്പെട്ട് ജോലിയിൽ സ്ഥാനക്കയറ്റമോ വേതന വർധനവോ പ്രതീക്ഷിക്കാം. പിതാവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ രോഗകാര്യങ്ങളിലെ ആശങ്കകൾ ഒഴിയുക തന്നെ ചെയ്യും. കൂടാതെ പാരമ്പര്യ സ്വത്തിനുമേൽ അവകാശം ലഭിക്കുകയോ അല്ലെങ്കിൽ ആ സ്വത്ത് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മക്കളുടെ പഠിപ്പുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്ന മനപ്രയാസങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അവിവാഹിതരായ വ്യക്തികളുടെ വിവാഹ കാര്യത്തിൽ ചില തടസ്സങ്ങൾക്ക് സാധ്യത ഉണ്ട്. അതിനാൽ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും പാർവതി പരമേശ്വരന്മാരെ ഉമാമഹേശ്വരന്മാരെ ആരാധിച്ച് മുന്നോട്ടു പോവുക. മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. വാഹനം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടും ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ സഹായം, അത് വായ്പ, ലോൺ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ, വായ്പ അതേപോലെ തന്നെ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം ധനപരമായ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതിനോടൊപ്പം ധനപരമായ ചെലവുകൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുമാകുന്നു. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. രാശിനാഥന്റെ ഉച്ചാധിപത്യം തുടരുകയാൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. പ്രതിബന്ധങ്ങൾ പലതും വന്നു ചേരാം. എന്നാൽ അതിൽ നിങ്ങൾ തളരില്ല എന്ന് തന്നെ പറയാം. മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വസ്തു വാങ്ങുവാൻ, ഗൃഹനിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കുടുംബാന്തരീക്ഷം സമ്മിശ്രമായി തുടരുക തന്നെ ചെയ്യും. കൂടാതെ ഈ സമയം പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ വീട്ടിലും പുറത്തും ശത്രുക്കളെ സൃഷ്ടിക്കാം. അതിനാൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ തന്നെ സംസാരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ നക്ഷത്രനാഥനായ ശനിക്ക് മാസപ്പകുതി വരെ മൗഢ്യം തുടരുകയാൽ
മറവി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. മറവി മൂലം ചില നഷ്ടങ്ങൾക്ക് സാധ്യത, ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. മംഗളകർമ്മങ്ങൾ വീടുകളിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേതൃത്വം വഹിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക സ്ഥിതി ഉയരുന്ന ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം സന്താനങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, ജോലി, അതേപോലെ തന്നെ പഠിപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കാം. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.